ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടോവിനോ തോമസ് നായകനെ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട എന്ന സിനിമ മെയ് 23 ഇന്നലെ വെള്ളിയാഴ്ചയാണ് തിയേറ്ററിലെത്തിയത്. 2003 പ്രമാദമായ മുത്തങ്ങ സംഭവത്തെ ആസ്പദമാക്കി അബിൻ ജോസഫ് തിരക്കഥെഴുതിയ ഈ സിനിമ എല്ലാ മേഖലയിൽ നിന്നും പോസിറ്റീവ് അഭിപ്രായമായിരുന്നു നേടിയെടുത്തിരുന്നത്. സുരാജ് വെഞ്ഞാറമൂട്, ചേരൻ, ആര്യ സലിം, സൈജു കുറുപ്പ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ പോലെ തന്നെ രണ്ടാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയും കോരിച്ചെരിയുന്ന പേമാരിക്കിടയിലും മികച്ച കളക്ഷൻ നേടിയത് മുന്നേറ്റം തുടരുകയാണ്. ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 1,70,00,000 രൂപയായിരുന്നു. ചിത്രത്തിന്റെ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ചയിലെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 2,60,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം രണ്ടാം ദിവസമായ ശനിയാഴ്ച കേരളത്തിൽ ഈ സിനിമ 1,75,00,000 റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് 3,40,00,000, 3,50,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ 2 ദിവസത്തെ കേരള കളക്ഷൻ. ഇന്ന് ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഏകദേശം 2.5 കോടിക്ക് മുകളിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഏകദേശം 5-5.5 കോടി റേഞ്ചിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്നലെ മെയ് 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത രണ്ടാമത്തെ മലയാള സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ഇന്ദ്രനീൽ, ഗോപികൃഷ്ണൻ, രാഹുൽ ജി എന്നിങ്ങനെ 2 പേർ ചേർന്നാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. സംവിധായകർ തന്നെ തിരക്കഥ എഴുതിയ സിനിമയിൽ സിജു വിൽസൺ, കോട്ടയം നസീർ, റോണി ഡേവിഡ് രാജ്, സീമാജി നായർ എന്നിങ്ങനെയാണ് മറ്റ് കഥാപാത്രങ്ങൾ. ഈ സിനിമ ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്തത് 57 ലക്ഷം രൂപയായിരുന്നു. ആദ്യ ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഏകദേശം 90 ലക്ഷം റേഞ്ചിലുമായിരുന്നു. രണ്ടാം ദിവസമായി ഇന്ന് ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 54-55 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 1,10,00,000 മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ 2 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഏകദേശം 2 കോടിക്ക് അടുത്തും പ്രതീക്ഷിക്കുന്നു. അതേസമയം കേരള ബോക്സ് ഓഫീസിൽ ടോവിനോ തോമസിന്റെ നരിവേട്ട കഴിഞ്ഞാൽ മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നേറുന്ന രണ്ടാമത്തെ മലയാള സിനിമ തുടരും എന്ന മോഹൻലാൽ ചിത്രം തന്നെയാണ്. ഏപ്രിൽ 25 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ഈ സിനിമ ചിത്രത്തിന്റെ 5ാമത്തെ ശനിയാഴ്ച കൂടിയായ 30ാം ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ചിത്രം 29ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 63 ലക്ഷം രൂപയായിരുന്നു. ആദ്യ 29 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 115,02 ലക്ഷം രൂപയുമാണ്. 30ാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ഈ സിനിമ കേരളത്തിൽ 75-80 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ആദ്യ 30 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ 115,80 ലക്ഷം റേഞ്ചിലാണ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ 30 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 228 കോടിക്ക് മുകളിലുമാണ്. കേരള ബോക്സ് ഓഫീസിൽ മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നേറുന്ന ദിലീപിന്റെ 150ാമത്തെ സിനിമയായ പ്രിൻസ് ആൻഡ് ഫാമിലി ചിത്രത്തിന്റെ 17ാം ദിവസം കൂടിയായ 3ാമത്തെ ശനിയാഴ്ചയാണ് ഇന്ന് പിന്നിടുന്നത്. ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദീഖ്, ബിന്ദു പണിക്കർ, ജോണി ആന്റണി, ഉർവശി, മഞ്ജു പിള്ള, ജോസുകുട്ടി ജേക്കബ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ നവാഗതനായ ബിൻഡോ സ്റ്റീഫനാണ് സംവിധാനം ചെയ്തത്. ഈ സിനിമ 15ാം ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 42 ലക്ഷം രൂപയായിരുന്നു. ആദ്യ 15 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 12,92 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തത്. അതേസമയം 16ാം ദിവസമായി ഇന്ന് ശനിയാഴ്ച ഈ സിനിമയ്ക്ക് കേരളത്തിൽ കളക്ഷൻ കൂടിയിരിക്കുകയാണ്. ഇന്ന് 60 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ കേരളത്തിൽ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 16 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 13,50 ലക്ഷത്തിന് മുകളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ചിത്രത്തിന്റെ 16 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 19.5-20 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. സുരാജ് വെഞ്ഞാറമൂട്, ഷറഫുദ്ദീൻ എന്നിവർ പ്രധാന താരങ്ങളായി നവാഗതനായ മനു സ്വരാജ് തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 8 തിയേറ്ററിലെത്തി ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് പടക്കളം. ഈ സിനിമ ഇന്നലെ വെള്ളിയാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 31 ലക്ഷം രൂപയാണ്. ചിത്രത്തിന്റെ ആദ്യ 16 ദിവസത്തെ കേരള കളക്ഷൻ 9,20 ലക്ഷം രൂപയുമാണ്. ചിത്രത്തിന്റെ 17ാം ദിവസവും 3ാമത്തെ ശനിയാഴ്ചയും കൂടിയായി ഇന്ന് ഈ സിനിമ കേരളത്തിൽ 35 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ആദ്യ 17 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ 9,50 ലക്ഷത്തിന് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. 18ാം ദിവസമായ നാളെ ഞായറാഴ്ചയോടെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 10 കോടി മറികടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതേസമയം നിലവിൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 15 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. മെയ് 1 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത തമിഴ് സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി. അഭിഷാന്ത് ജീവന് തിരക്കഥ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ശശികുമാർ, സിമ്രാൻ എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ ഇന്നലെ വരെയുള്ള ആദ്യ 23 ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി സ്വന്തമാക്കിയത് 55 കോടി രൂപയാണ്. ആദ്യ 23 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 66 കോടി രൂപയും ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ചിത്രം 23 ദിവസം കൊണ്ട് വിദേശ കളക്ഷനായി സ്വന്തമാക്കിയത് 16,40 ലക്ഷം രൂപയാണ്. സിനിമ ആദ്യ 23 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത് 80 കോടിക്ക് മുകളിലുമാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.